ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 11 ഡേ 10. അപ്പോൾ ഇന്നത്തെ വിഷയങ്ങൾ തുടങ്ങുന്നതും അടുക്കളയിൽ നിന്നാണ്. അടുക്കളയിൽ നിന്ന് അനീഷ് സ്പോൺസേർഡ് ആയിട്ടാണ് ഇന്നും വിഷയങ്ങളുടെ തുടക്കം വരുന്നത്. അനീഷ് എന്തെങ്കിലും ഒരു കാരണത്തിന് മുകളിൽ കൊളത്താൻ നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം അനീഷ് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞു. കുറച്ചധികം അനീഷ് എന്തായിട്ടുണ്ട്, എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അനീഷ്. അത് അപ്പാനിന്റെയും അനുമോളിയും കേസിലാണെങ്കിലും ആ ഫുഡ് കളയാന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. പക്ഷെ അതത്ര ഞാൻ ലൈവിൽ ആ ഭാഗം കണ്ടില്ല. എപ്പിസോഡിൽ വന്നപ്പം ഇയാൾ ഫുഡ് കളയും എന്നുള്ള സ്റ്റേറ്റ്മെന്റ്, കളയണം എന്നുള്ളൊരു സാധനം പറഞ്ഞു എന്നുള്ളത് എനിക്ക് അത്ര ക്ലിയർ അല്ല. ബട്ട് അതിന് മുകളിലാണ് അടി ഉണ്ടാക്കിയത്. ബട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സീനാണ്. ഞാൻ ആ പോർഷൻ ലൈവ് കണ്ടില്ല, ഞാനപ്പോൾ ലൈവിൽ ആക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ ഉണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് ഇക്കയായി. ഇന്ന് മുതൽ ഇക്കയാണ്, കെയറിങ് ഇക്കയാണ്. പല കാര്യങ്ങളിലും കെയറിങ് ഇക്കയാണ്. അല്ല, ക്യാപ്റ്റന്റെ ആ ഒരു സാധനം ഇങ്ങനെ നല്ലോണം വർക്ക് ചെയ്തോണ്ടിരിക്കുക. കാരണം എല്ലാവരോടും ചോദിച്ചു മനസ്സിലാക്കി. ഒരു കാര്യം പറയാം, ഷാനവാസ് നല്ലൊരു പ്ലെയറാണ്, നല്ല പ്ലെയറാണ്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. കെയറിങ് ഇക്ക ആവുമ്പോൾ മാത്രമാണ്, പ്രത്യേകിച്ച് ആദിലാനോറേന്റെ അടുത്ത് കെയറിങ് ഇക്ക ആവുമ്പോഴാണ് കുറച്ചധികം കെയറിങ് പുറത്ത് വരുന്നത്. ഓക്കെ, അല്ലാത്ത പക്ഷം നല്ല പ്ലെയറാണ്. എനിക്ക് ഭയങ്കര ഇപ്പൊ ഉള്ളതിന് ഞാൻ പറയാലോ, ഈ ടോപ്പ് ഫേവറേറ്റ് ഷാനവാസ് ആണ്. നല്ല കാര്യം പറയാം, കാരണം എനിക്ക് അത്രയും ഷാനവാസിന്റെ കളി ഇഷ്ടപ്പെടുന്നുണ്ട്. ഓരോ സ്റ്റാൻഡ് എടുക്കുന്നു, നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ്, ഈവൻ കെയറിക്ക ആയാലും അതും ഒരു സ്ട്രാറ്റജിയാണ്. കാരണം എല്ലാവരുടെ അടുത്തും എന്തുണ്ട്, അക്സെപ്റ്റൻസി ഉണ്ട് എല്ലാവരുടെ അടുത്തും പോയി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം, അവിടെ എന്താ സംഭവിക്കുന്നത് എല്ലാവരുടെ. ഇന്നാ കൊളത്തേണ്ട സമയത്ത് കൊളത്തണുണ്ട്. എന്തൊരു നല്ലൊരു പ്ലെയർ ആണ് ഷാനവാസ്. അപ്പൊ ഷാനവാസ് ആദ്യം ഗിസൈലിന്റെ മേക്കപ്പിന്റെ സീനുകൾ ഉണ്ട്. ഗിസൈലിന്റെ മേക്കപ്പിന്റെ സീനുകൾ ഞാൻ പറയട്ടെ, ഒരു പക്ഷെ അവര് മുഖത്ത് ചെയ്ത അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രോസ്തറ്റിക്സ് ഓർ സർജറി വെച്ചിട്ടായിരിക്കും മേ ബി അങ്ങനെ ഒരു തോന്നല് പേർക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഗിസൈൽ ഉപയോഗിക്കുന്നുണ്ടാവും എവിഡന്റ് ആയിട്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച്. കാരണം അവര് ഓൾറെഡി ഹിന്ദി ബിഗ് ബോസ് കഴിഞ്ഞു വന്ന ഒരാളാണ്. അവർക്ക് ഇതിന്റെ ലൂപ്പ് ഹോളും എവിടെ ഒളിപ്പിക്കണം കിട്ടുന്നില്ല, അവർ തെരഞ്ഞു നോക്കുന്നുണ്ട്. അവർ തെരഞ്ഞു നോക്കിയോ എന്നുള്ള സംശയം ആയിരിക്കുന്നുണ്ട് ഗിസൈലിനുണ്ട്. ഓറൽസ് നിവിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, മേ ബി പറയാൻ പറ്റില്ല. നിവിൻ കാട്ട് കള്ളനായതുകൊണ്ട് ചിലപ്പോൾ നിവിന്റെ പ്രൊഡക്ട്സ് കൂടുതൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം, അതും പറയാൻ പറ്റില്ല. എന്നാലും ഇവർക്ക് ഭയങ്കര സംശയമുണ്ട് ഗിസൈലിന്. എന്താണെങ്കിലും ഒരു വ്യക്തി. അപ്പൊ അങ്ങനെ എന്തായി, അവിടുന്ന് രാവിലെ തുടങ്ങി. പിന്നെ ഇന്നത്തെ ലൈവ് ഷോക്കായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് ആ ടാസ്ക് നടന്ന സമയത്ത് കൊള്ളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ലൈവ് കുറച്ച് ഡൗൺ ആവുന്നുണ്ട്. മേ ബി ഈ മിഡ് വീക്ക് സസ്പെൻഷൻ മാത്രം വെച്ചുള്ള ടാസ്കുകൾ നടക്കുന്നത് കൊണ്ടും വീക്ക്ലി ടാസ്ക് ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ശോകാവസ്ഥയായിരിക്കണം. മേ ബി അത് വീക്ക്ലി ടാസ്ക് വരുന്ന സമയത്ത് അത് ക്ലിയർ ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു കോള്. ഓക്കെ, അപ്പം അങ്ങനെ പരിപാടികൾ ഇന്ന് തുടങ്ങി. ഒരു വഴിക്ക് ഇങ്ങനെ ഗിസൈലിലൂടെ പോയി, അനീഷ് തുടങ്ങി, അങ്ങനെ പോയ കാര്യങ്ങൾ അടുത്ത ടാസ്കിലേക്ക് എത്തുന്നു. ടാസ്കിലേക്ക് എത്തിയ സമയത്ത് ടാസ്ക് ലെറ്റർ വായിച്ച സമയത്ത് എനിക്ക് ഇനി അക്ബറിനും ബാക്കി ടീമിനും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ ഷാനവാസിന്റെ ടീം എന്നറിയില്ല. അവര് പ്രോപ്പറായിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം വെച്ചു. അവർക്ക് മനസ്സിലായില്ല. അക്ബർ കുറച്ച് ഈ കൂട്ടത്തിൽ ടാസ്ക് വായിച്ച് മനസ്സിലാക്കുന്ന ഒരാൾ അക്ബർ ആയതുകൊണ്ട് അക്ബർ മേ ബി അത് കണ്ടറിഞ്ഞ് തന്നെ വെച്ചൊരു കളിയാണെന്നാണ് എനിക്ക്. ബിഗ് ബോസ് പറഞ്ഞ പോലെ മറ്റേ പാവക്കുട്ടി മറ്റേതും സാധനങ്ങളൊന്നും വെക്കണ്ടല്ലോ, ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ എന്നുള്ള പറഞ്ഞത്. അതെ, അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അവരത് നല്ല രീതിയിൽ കളിച്ചു. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ ഇല്ലാത്ത പോലെ എവിടേക്കോ എനിക്ക് ഫീൽ ചെയ്യാനോ. എനിക്കും അവിടെ പിന്നെ സംസാരിച്ചപ്പോ മനസ്സിലായത്. കാരണം എന്താ മറ്റേ ശാരികന്റെ കേസിൽ വന്നപ്പോ ബിന്നി ആദിലെന്നോടും കൂടി സംസാരിച്ചപ്പോ ബിന്നി പറഞ്ഞു നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്ക് അവരുടെ കാര്യത്തിൽ ഒരു ഇത് പറയുകയാണെങ്കിൽ അത് ആക്ച്വലി ഈക്വലി അവരെല്ലാവരും അതിൽ എന്താണ് ഫോൾട്ട് ഉണ്ട്. ഓക്കെ, അതൊരു ബിന്നിന്റെ തലയിൽ മാത്രം ഇട്ട് മാറുന്നത് അത്ര ഒരു പറഞ്ഞല്ലോ. ആദിലൂറിന്റെ കാര്യം പറഞ്ഞല്ലോ അവര് ആദ്യം നിങ്ങൾ മറ്റേ വേറെ അവരെല്ലാരും കൂടി തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണ് അത്. അല്ലാതെ അത് ബിന്നിന്റെ തലയിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ ബിന്നി പറഞ്ഞൊരു മെയിൻ പോയിന്റ് അവിടെ ഉണ്ട്. പെട്ടി ഒന്നാകെ കയറ്റാനാണ് പ്ലാൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒന്നും കൗണ്ട് ആവില്ല. അപ്പൊ ബിന്നി പെട്ടിന്ന് എടുത്ത് സാധനങ്ങൾ വെച്ചു എന്ന് പറയുമ്പോൾ ദാറ്റ് മേക്ക് സെൻസ്. പക്ഷെ പെട്ടി അവിടെ കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആദ്യം കൊണ്ടുവച്ചൂടെ എന്നുള്ള ശാരികന്റെ ചോദ്യമുണ്ട്. പക്ഷെ ശാരിക എന്ന് പറഞ്ഞ ഒരാളും അല്ലെങ്കിൽ ആ 6 പേരും
റെഡ് സോണിൽ എന്താ പറയാ ഡേഞ്ചർ എൻഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് കൃത്യമായി അവരുടെ ടീമിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം അവര് ചെയ്യണല്ലോ. പിന്നെ മാത്രമല്ല ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാണിക്കാനുള്ള ഒരു സ്ഥലം എല്ലാവർക്കും പറയണ്ടല്ലോ ശരത്തും. അതായത് ഇത് ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൂടി കാണിക്കാനുള്ള സ്ഥലം ആയതുകൊണ്ട് ഇവര് ചത്ത് കളിക്കും. അല്ലാതെ ഇവൾക്ക് വേണ്ടി ഞാൻ കളിക്കണോ ഇവന് വേണ്ടി കളിക്കണോ എന്നുള്ള മൈൻഡിൽ അതിലാരും കളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാരും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അനീഷിന്റെ അടുത്ത പൊട്ട. ഇവിടെ അനീഷ് സത്യത്തിലൊരു എന്താ പറയാ, എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താ വെച്ചെങ്കിൽ ഓന്ത് നിറം വന്ന പോലെ മാറിയതാണ്. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് അനീഷ് പറഞ്ഞതിലും കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അനീഷിനോട് ഇന്നലെ വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു ടാസ്ക് കളിച്ച ആൾക്കാർ, അടിപൊളി അടിപൊളി സൂപ്പർ പറഞ്ഞു. ഇന്ന് അനീഷിന് മനസ്സിലായി, അത് അനീഷിന് ആദ്യം മനസ്സിലായി എന്തോ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ എന്ത് പറഞ്ഞിടാ, സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള സംഗതി അനീഷ് അവിടെ പറഞ്ഞിട്ട്. ഇതുവരെ കണ്ടൊരു അനീഷിന്റെ ഷെയ്ഡ് അല്ല അപ്പൊ കണ്ടത്. അവിടെ അനീഷ് ട്വിസ്റ്റ് ചെയ്തു, ഓന്ത് നിറം മാറുന്ന പോലെ മാറി. അത് ഡെഫിനറ്റ്ലി അവർക്ക് ഹേർട്ടാവും. പിന്നെ ഗെയിമാണ്, അയാളുടെ ഗെയിം, അത് അയാൾ കളിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഗെയിം അല്ല ഇന്ന് അനീഷ് വെച്ചതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഓക്കെ, എനിക്ക് തോന്നി, ഞാൻ പറയട്ടെ, ഇന്ന് ശരത്തും അനുമോളും നന്നായിട്ട് കളിച്ചു. പക്ഷെ എന്താ സംഭവിച്ചാൽ അനീഷ് പറയുന്ന സൈഡിലൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്നലെ അവർ കളിച്ചപ്പോ തോറ്റു. ഒരു ആ പെട്ടെന്നുള്ള മൊമെന്റിൽ പറഞ്ഞതോ ഇന്ന് കളിച്ചപ്പോഴും വലിയ പോയിന്റ് കിട്ടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അനീഷ് ചിന്തിക്കുക, ഇന്നലത്തെ ബേസ്ഡും കൂടി ആലോചിച്ചിട്ടാവും ഇന്നത്തെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോഴാണ് അത് ഫുള്ള് പറഞ്ഞത്, ഇന്നത്തെ സാറ്റിസ്ഫൈഡ് അല്ല, ഇന്നലത്തെ കാര്യം കൂടി എടുത്തിടാൻ കാരണം ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ് അനീഷ് പറഞ്ഞതാണ് എനിക്ക് തോന്നിയത്. സ്വാഭാവികമായിട്ടും. അപ്പോൾ അനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്റെ കടമയാണ് ഇത് ജയിക്കുന്നില്ല, കാരണം ഞാൻ ഡെഡ് സോണിലാണ്, എന്റെ ഒപ്പം നിൽക്കുന്ന 6 പേർക്ക് ഇത് വലിയ കളിയാണ്, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്ത് ബിഗ് ബോസ് എന്തോ ഒരു ട്വിസ്റ്റ് ഇടാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഒപ്പം നിൽക്കുന്നവരെ കുറിച്ച് ചോദിച്ചത് എന്നുള്ളത്. അപ്പൊ അനീഷ് എന്ത് ചെയ്തു, നേരെ അവരെ തലയിൽ ബ്ലെയിം ഇട്ട് കൊടുത്തു. ശരിക്കും അനീഷിന് അത് ബ്ലെയിം ഇട്ട് കൊടുക്കേണ്ട കാര്യം അവിടെ ഇല്ല. അനീഷ് പറഞ്ഞാൽ മതി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, അവർ 2 വട്ടം ട്രൈ ചെയ്തു, അവർക്ക് അത് പറ്റിയില്ല, അവർ ഫുൾ എഫേർട്ട് ഇട്ടു, ബട്ട് എനിക്ക് ചേഞ്ച് ചെയ്യണം, ഇത്രമാത്രം പറഞ്ഞാൽ മതി. പക്ഷെ അതിന് പകരം അവരെ ചെയ്ത പരിപാടിക്ക് ഒരുമാതിരി തരം താഴ്ത്തി പറഞ്ഞതിനോട്, കാരണം അവര് ശത്രുവായിട്ട് പോലും ചത്ത് കെട്ടി പറഞ്ഞ ആൾക്കാരാണ്. അവരൊന്നും അപ്പാനീനെയും അനുമോളെയും കുറ്റം പറയാൻ എന്നെ കൊണ്ട് സാധിക്കും. അത് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞ 2 സൈഡിൽ ഒരു കാര്യം ഉണ്ട്. അനീഷ് പറഞ്ഞ പോയിന്റ്സ് ഉണ്ട്. അനീഷ് പറഞ്ഞ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അനീഷ് ഫസ്റ്റ് ഗെയിമിൽ തന്നെ വളരെ എന്തായിരുന്നു, നമ്മൾ 2 പേര് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളാണ് അവരെ ഗൈഡ് ചെയ്യേണ്ടത്. കാരണം നമ്മളാ ഡെഡ് സോണിൽ നിൽക്കുന്നത്, മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ 2 പേരെ ഗൈഡ് ചെയ്യുക എന്നുള്ളത്. അത് കൃത്യമായിട്ട് ആര് ചെയ്തോ ഇല്ലേ എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കണം. ഇവിടെ അത് ആര് ചെയ്തിട്ടില്ല, അനീഷ് ചെയ്തിട്ടില്ല. അനീഷ് അവിടെ നിന്ന് വെറുതെ മോട്ടിവേഷൻ കൊടുത്ത് പോവായിരുന്നു. ശരത്തും അനുമോളും ചെയ്ത് ഇന്ന് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാരണം അവരുടെ മുഖത്തും ആ സങ്കടം കറക്റ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, തലേ ദിവസം രാത്രിയും കൂടി പറഞ്ഞു എനിക്കിത് കളിക്കേണ്ടേ, നമ്മുടെ ഇൻഡിവിജ്വൽ ഗെയിമാണ് എടുക്കാന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷെ അനീഷ് അവിടെ ഗെയിം കളിക്കും, എന്താണെങ്കിലും അനീഷ് കളിച്ചു. പക്ഷെ അനീഷിന്റെ 2 കളികളും ഒന്ന് പാളി, ചോറും പാളി ഇതും പാളി. ചോറും പാളി ഇതും പാളി. അനീഷ് ആകെ എന്ത് പറഞ്ഞൊരു കുലുക്കല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. ഇന്ന് കുറച്ച് കുലുങ്ങി. ഇന്ന് ചോറിന്റെ വിഷയത്തില് കയ്യിന്ന് പോയേന്നായിരുന്നു ആ ഇരുന്നുകൊണ്ടിരുന്നത്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഗ്രൂപ്പ് മാറ്റി. എനിക്ക് ഒന്ന് ഒനീല് സന്തോഷായി. ഒനീലും ഗിസയിലും പിന്നെ ഞാൻ ഇതേ പറയൂ, ഇന്നെ കൊണ്ട് ഇതേ പറ്റൂ. ജിസേൽ എന്നാണ് എല്ലാരും പറയാ, അങ്ങനെ പറയൂ. ഞാൻ എനിക്ക് തോന്നിയത് പറയൂ. ആ സ്ത്രീ ജിസേലും ആര്യനും അവരൊരു ടീമാണ്. അത് ആ പെണ്ണുമ്പിള്ളേനെ കണ്ടപ്പോ തന്നെ ഒനിയിൽ എന്തായി, തിരുത്തൽ മതിയോ? അപ്പൊ പെണ്ണുമ്പിള്ളേനെ കണ്ടപ്പോ തന്നെ ഒനിയിലിന് സമാധാനമായി. അതിന്റെ ഇടയിൽ തന്നെ ഷാനവാസും മറ്റേ അക്ബറും രാവിലെ ലൈവിലിരുന്ന് പറയുണ്ടായിരുന്നു, എന്ത് ഇവന്റെ 45-ാം വയസ്സിലുള്ള എന്താ പറയാ പുഷിപ്പെടല് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചാൻസ് ഇല്ലല്ലോ എന്നുള്ള രോദനമൊക്കെ അതിനിടയിൽ രാവിലെ ഇരുന്നിട്ട് അവർ അടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ലൈവിലുണ്ടായിരുന്നു. അപ്പോ അത് അവര് കിട്ടിയപ്പോഴത്തേക്ക് ഒനിയില് ഹാപ്പി. അതിന്റെ ബാക്കി നമ്മള് കണ്ടു. എപ്പിസോഡിന്റെ ലാസ്റ്റ് ആയപ്പോ മേക്കപ്പിന്റെ സീൻ വന്നപ്പോ ഒനിയിൽ അവിടെ നിന്ന് ജിസേലിന് വേണ്ടിട്ട് കുറ്റം പറയരുത്, വെറുതെ പറയരുത്, അവിടെ നിന്ന് കൊടൂര സപ്പോർട്ടൊക്കെ ഒനിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു കാട്ടുകാമുകന്റെ എല്ലാ ജിസേൽ അപ്പുറത്ത് ആദ്യം പറഞ്ഞല്ലോ, 2 ദിവസം തുടങ്ങി കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഒനിയിലിന് ഇഷ്ടമാണെന്നുള്ള ഇതിൽ പറയണ്ടല്ലോ. അങ്ങനത്തെ സ്ട്രാറ്റജി ആവാം. അവരുടെ ഒരു ലവ് ട്രാക്ക് വേണമെങ്കിൽ, ജിസേലിന് താല്പര്യം ഉണ്ടെങ്കിൽ ഒനിയിലിന്റെ ആക്സെപ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു ലവ് ട്രാക്ക് പോവാം. പക്ഷെ ആ ലവ് ട്രാക്ക് എത്രത്തോളം ആളുകൾക്ക് ആക്സെപ്റ്റ് ആവും എന്നുള്ളത് അറിയാൻ പാടില്ല. ഒരു ഡിഫൈൻഡ് വണ്ണാവാനുള്ള ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ,
അപ്പോൾ അതങ്ങനെ ഓരോരുത്തരുടെ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ടീമൊക്കെ മാറിയിട്ട് ഇനിയുള്ള ഗെയിം എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം കോശി എന്നുള്ള രീതിക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അരി വാങ്ങേണ്ട അടിയും കാര്യങ്ങളും വിഷയങ്ങളും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോയി ആ സാധനം. ഇതിനിടയിൽ നമ്മളെ രേണുസുതി മറ്റേ അക്ബറിന് വിട്ടുകൊടുക്കില്ല ഞാൻ, ആ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അത് ലൈവിൽ ഇതിലില്ല, BB+ വന്നാലേ വരൂ. ചത്താലും പൊറുക്കില്ല, എന്താ പറയുക, രാമായി OMR എന്നൊക്കെ പറഞ്ഞ പോലത്തെ അടിച്ച സാധനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. കൊഞ്ചം ഓവറാണ് അത് രേണുസുതിക്ക്. കാരണം അവരുടെ ആ ഇനീഷ്യൽ ടൈമിലൊക്കെ, അതായത് അത് വിളിച്ച സമയത്ത് അവർക്ക് ഒരു ഞെട്ടലും പരിപ്പും. അല്ല ഞെട്ടലും നോക്കണ്ടെന്ന്, പക്ഷെ ലാലേട്ടന് മുന്നിൽ പറഞ്ഞ ചമ്മി പോയിന്നാ പറഞ്ഞത്. അവിടെ ആ വാക്ക് പറയേണ്ട കാര്യം ചമ്മി പോയി നല്ല അവരുടെ മുഖം ആ ഇനീഷ്യൽ സ്റ്റേജിൽ ചമ്മി പോലെ തന്നെ തോന്നി, ഒരു ഞെട്ടലും എന്നുള്ള സംഗതി. നമ്മളെ ശരിക്കും പല സമയത്ത് പറയേണ്ട പോയിന് സങ്കടം വന്നു എന്നല്ല, ഇത് ചമ്മി പോയിന്നാ പറഞ്ഞത്. എന്താണെങ്കിലും എനിക്ക് തോന്നിയത് ഒരു കറക്റ്റ് പോയിന്റ് അല്ല. എന്താ പറയാ, ഈ കൂട്ടത്തിലുള്ള എല്ലാരേക്കാൾ കൂടുതൽ പുറത്തുനിന്ന് സൈബർ ബുള്ളിങ്ങും ഹരാസ്മെന്റും തെറിവിളികളും ചീത്തയൊക്കെ കമന്റ് ബോക്സിലും വീഡിയോസിലൂടെ ഒക്കെ ആയിട്ട് കിട്ടിയ ഒരാളാണ് ആര്, രേണുസുതി. ആ രേണുസുതിക്ക് ഈ ഒരു ഇമ്പാക്ട് ഇത്രയും ദിവസം നിക്കുക എന്ന് പറയുമ്പോ അത് കൊഞ്ചം ഓവറല്ലേ. ഇന്ന് പറയണ്ടായില്ല മറ്റേ നെവിനെന്ന് പറഞ്ഞിരുന്നു, വെറുതെ അല്ല നിനക്ക് അപ്പുറത്ത് പുറത്തുനിന്ന് ഫുള്ള് കിട്ടുന്നല്ലേ, ഓ അവരെ ഇങ്ങോട്ട് വരട്ടെ, എന്റെ അടുത്തേക്ക് വരട്ടെ പറയുന്നുണ്ട്. അത് കൊഞ്ചം ഓവറാക്കി കൊണ്ടുപോവാണ് ആ ലൈന് രേണുസുതി. കാരണം അതാണ് രേണുവിന്റെ കണ്ടന്റ് എന്നുള്ളത് മനസ്സിലായതുകൊണ്ടായിരിക്കണം രേണു അത് കൂടുതൽ ഒറ്റയ്ക്ക് ഇരുന്ന് പിടിച്ചോണ്ടിരിക്കണേ. ഒറ്റയ്ക്ക് ഇരുത്തവും വർത്താനവും പിടുത്തവും എപ്പോഴും ഉണ്ട്. എന്തായാലും അതൊരു സൈഡിൽ രേണുവിന്റെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് വാല്യൂ ഉള്ളതായിട്ട് ഏഷ്യാനെറ്റ് വിചാരിക്കാത്തതുകൊണ്ടായിരിക്കും അത് കാണിക്കാതിരിക്കുന്നത്. പിന്നെ ലൈഫ് സ്റ്റോറിയുടെ കാര്യം വന്നപ്പോ എനിക്ക് സത്യം പറഞ്ഞ കലാഭവൻ സരിക പറഞ്ഞ സംഗതി എനിക്ക് ഭയങ്കര ഇതായി പോയി. അത് ഭയങ്കര ഹിറ്റായി. ഞാൻ അതിൽ ഒരു കമന്റും പറയുന്നില്ല, ഒന്നും പറയാനില്ല. എനിക്ക് ആ ഒരു സാധനം കേട്ടപ്പോ അഭിലാഷിന്റെയും നമുക്ക് ഒരു എഫക്ട് തോന്നില്ല. കാരണം കലാഭവൻ സരികിന്റെ സ്റ്റോറി ഭയങ്കര അവിടെ ഇരിക്കുന്നവർക്കും അവരപ്പോഴും നവീൻ അപ്പ കണ്ണൂത്തി പിന്നെ തുറന്നിട്ടില്ല. അഭിലാഷും നെവിന്റെ ഒന്നും നമുക്ക് തലയിൽ കയറിയില്ല. ആ സരികന്റെ സാധനമാണ് ഫുള്ള് നമ്മുടെ തലയിലുണ്ടായിരുന്നത്. ഭീകരമില്ല ആലോചിച്ചു ആ സിറ്റുവേഷൻ. അവര് പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഭയങ്കര ഹിറ്റായി. നമ്മളെ ബോഡിക്ക് അറിയില്ലല്ലോ കുട്ടി മരിച്ച കാര്യം, പിന്നെയും പാല് വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു അമ്മയുടെ ഒരു അവസ്ഥ മാത്രമല്ല. പിന്നെ എന്താ പറയാ, ഒരു ഹാപ്പി ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോയ വീട് തിരിച്ചു കിട്ടി. ഒരു കുട്ടി പറഞ്ഞിട്ടില്ല മറ്റേ കണിക്കൊന്നേന്റെ താഴെയുള്ള സാധനമൊക്കെ പറഞ്ഞപ്പോഴേ അവരുടെ ബോഡിയിൽ ചവിട്ടി പോയിരുന്നൊക്കെ അതൊക്കെ പറഞ്ഞ ഭയങ്കര എന്തൊക്കെയോ ഭയങ്കര ഇതായി പോയി. എന്തൊക്കെയോ സത്യം എന്തൊക്കെയോ ഫീൽ ആയി പോയി. സത്യം ഭയങ്കര സ്റ്റോറി, അത് ഭയങ്കര ഇതായി പോയി. ഇത്രയ്ക്കൊന്നും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ മറ്റേ കഥകളൊന്നും നമുക്ക് ഒരു ഇമ്പാക്ട് തോന്നിയില്ല. എന്താണ് അതങ്ങനെ ആ സ്റ്റോറി ലൈൻ അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ശാരിക ശ്രമിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ശാരിക ഒരു ഗെയിം കളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ശാരിക ടു ദ ഓപ്പോണന്റ് ഭയങ്കര ട്രൂ ആയിട്ട് നിൽക്കാനും നോക്കുന്നുണ്ട്. എല്ലാവരോടും പറഞ്ഞു കളിക്കുക, ഗെയിം പറഞ്ഞു കളിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ശാരിക എടുക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം ഈ സീസണിലുള്ള ഒപ്പമുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്ത് നടക്കുകയോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയില്ല. ശാരികയ്ക്ക് മനസ്സിലായി ബിന്നി സ്ട്രോങ് പ്ലെയർ ആണെന്ന്. അപ്പൊ ബിന്നിനെ ഒപ്പം നിർത്താനും ശ്രമിക്കുന്നുണ്ട്, എന്നിട്ട് കളിക്കാനും. അതാ പറഞ്ഞ് കളിക്കുക എന്നുള്ളൊരു സാധനം എടുത്തു വെക്കാം. അപ്പൊ ആ ഒരു സ്ട്രോങ് ആയിട്ട് കളിക്കുമ്പോ എനിക്കെതിരെ കളിക്കരുത് എന്നുള്ളൊരു ഇന്റേണൽ സാധനം കൂടിയാണ് കൊടുക്കുന്നത്. അങ്ങനെയല്ല, പറഞ്ഞു കളിക്കാം. അല്ല അങ്ങനെയാകുമ്പോ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും പറയില്ലല്ലോ. അപ്പൊ ശത്രുക്കളായി കഴിഞ്ഞാലാണല്ലോ കൂടുതൽ ചെയ്യുക. അപ്പൊ ആ ഒരു സാധനം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലും ചിലപ്പോൾ നോക്കിണ്ടാവുക. അതെ, അപ്പൊ അതങ്ങനെ ഒരു സൈഡിൽ ആ വഴിക്ക്. പിന്നെ ഫുള്ള് പറയാ ജിസേലിന്റെ മേക്കപ്പിന്. ചോറിന്റെ കാര്യത്തില് അനക്കെന്താ പറയാനുള്ള? അനീഷ അത് അബദ്ധം പറ്റിയതാ. അനീഷ ആലോചിച്ചില്ല, തലേദിവസം പറഞ്ഞ എന്താന്നുള്ളത് ആലോചിച്ചില്ല. മറ്റേ ഇവര് പറഞ്ഞ പോലെ ഇപ്പൊ പുതിയ ടീമിനെ കിട്ടി, നാളെ അവരെ മാറ്റി പറയും, സ്വാഭാവികം. അത് നമുക്കൊന്നും പറയില്ല. ഗെയിമിന്റെ രീതിയിലാണ്. ചോറ് പറഞ്ഞ സാധനം ഗെയിം ആയിരുന്നില്ല, അത് അബദ്ധത്തിൽ പോയതാ. ഇതൊക്കെ ഗെയിമാണ്. മറ്റേ കുറ്റം പറയും. ഇനി നാളെ ആദിലേയും നൂറേനെയും പറയും, ശൈത്യനെയും പറയും, ആ ടീമിലുള്ളവരെ. വലിയ അത്ഭുതമല്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടോയ്ലറ്റിൽ നിന്ന് ബാക്കി സീനുകൾ ഉണ്ടാവുന്നത്. ജിസേലിന്റെ സീനുകൾ. ഇവർക്ക് ഇതൊന്നും കിട്ടാത്തപ്പോഴാണ് ഇവർ ഇത്രയും മേക്കപ്പ് സാധനങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ നിൽക്കുന്ന. അടുക്കളയിൽ നിന്ന് എന്താ ഉപ്പ് എടുത്തിട്ട് പോകും മറ്റേ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ്. നാളെ വീട്ടില് ഷെൽഫിലിരിക്കുന്നതും ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒന്നും വേണ്ട. ഈ വീഡിയോ തുടങ്ങാൻ നേരത്തെ രണ്ടോട്ടം എന്നെ കൊണ്ട് ക്യാമറ എടുത്ത് വെച്ചിട്ട് എങ്ങനെയുണ്ട് ലുക്ക് നോക്കിയോ മോള്? എനിക്ക് കണ്ണാടി ഉണ്ടല്ലോ, നോക്കിയോ? ഞാൻ പറയട്ടെ, പിരികോ എഴുതി കണ്ണും വരച്ച് ചുണ്ടും ഇതാക്കിട്ട് നടക്കണ്ടല്ലോ. നാളെ രാവിലെ മുതലേ ആ സാധനം എടുത്ത് വെക്കാം. ഞാൻ ഇല്ലാതെ നാളെ
ചലഞ്ച് ഞാൻ അടുത്ത ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നത് മുതല് ടിഷ്യൂ പേപ്പർ കൊടുത്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും മോത്തുണ്ടെങ്കിൽ തുടച്ച് ഞാൻ നാട്ടുകാർക്ക് കാണിച്ചോളൂ. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണം. ഈ ഇവരെ പറയുമ്പോ ഈ സീസണിലെ ഏറ്റവും വലിയ ഒരു കിണ്ണം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പും സാധനങ്ങളും ഡ്രസ്സും എടുത്ത് മാറ്റിയതാണ്. അതുകൊണ്ട് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ആരില്ല പറഞ്ഞു എനിക്ക് മേക്കപ്പ് ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് കോൺഫിഡൻസിന് വേണ്ടിയിട്ടുമാണ്. എനിക്ക് സ്വന്തം സന്തോഷത്തിനും കൂടി ഞാൻ ചെയ്യുന്നത്. സന്തോഷം വിടും മോളെ. കോൺഫിഡൻസ് ഞാൻ പണ്ട് നടന്നിട്ടുണ്ട്. പണ്ടെപ്പോ തൊട്ടി കടന്നു കരഞ്ഞ സമയത്ത് നടന്നിട്ടുണ്ടാവും. നിന്റെ കുറ്റം പറയാൻ വേണ്ടി റിവ്യൂ പറയല്ലേ? അല്ല ഇന്റെ നെഞ്ഞത്തേക്ക് കുറെ വെച്ചിരുന്നല്ലോ പൊങ്കാല. തിരിച്ചു തരുമ്പോ എങ്ങനെയുണ്ട്? സുഖല്ലേ? പറയാറിയതല്ല. ഇതിലനക്ക് പറയാൻ ഒന്നുമില്ല. ഈ കാര്യത്തിൽ എനക്ക് മേക്കപ്പ് ഇല്ലാത്തവരെ സങ്കടത്തിനെതിരെ പറയാൻ എനക്ക് പറ്റില്ല. കാരണം ഈ അത്ര ദുബായി പോയെന്ന് 1.5 ചാക്ക് മേക്കപ്പും കൊണ്ടുപോകുന്നു. ഈ മേക്കപ്പ് ഇല്ലാത്തവരെ കുറിച്ച് മേക്കപ്പ് ഇടാത്ത എല്ലാരും മേക്കപ്പ് ഇട്ടില്ലല്ലോ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഈ ഇങ്ങനെ ഒരു വീട്ടിൽ പെട്ടു. ഇപ്പൊ അനുമോള അവസ്ഥയും ബാക്കിയുള്ളവരുടെ അവസ്ഥയിൽ ഈ പെട്ടു. അവരൊരു ആർട്ടിസ്റ്റ് ആണ്. അവർക്ക് ഒരുങ്ങി നടക്കാനും ബാക്കിയുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ പ്രസന്റ് ആവാനും അവര് മേക്കപ്പ് കാലാകാലം യൂസ് ചെയ്യുന്ന ഒരാളാണ്. അവർക്ക് അത് കിട്ടുന്നില്ല. അവർക്ക് ആ ലക്ഷറി കട്ട് ചെയ്ത സമയത്ത് അവരെ പോലെ തന്നെ ആ വീട്ടിൽ ആ ലക്ഷറി കട്ട് ചെയ്ത ഒരാളാണ് ആര്? ഈ ജിസയില്. അവരിവരെ മുന്നിൽ കൂടി എന്തെങ്കിലുമൊക്കെ കുറുക്ക് വഴി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കട്ടെടുത്തിട്ടോ ഈ സാധനം ഉപയോഗിക്കുന്നത്. ഈ എന്താ പറഞ്ഞത്? എന്തിനാ അവർക്ക് ഇത്ര വിഷമാവുന്നത്? അടിണ്ടാക്കും. അതായത് മനസ്സിലായി, സോൾട്ട് എടുത്തിട്ട് മൂക്ക് തേക്കിനൊക്കെ ചെയ്യില്ലേ? അതാ ഞാൻ ചോദിച്ചത്. സ്ക്രബ് യൂസ് സ്ക്രബ് ഒന്നും ചെയ്തില്ലെങ്കിലും മേക്കപ്പ് നമുക്ക് ചെയ്യാം, ലിപ്സ്റ്റിക് അതൊക്കെ ചെയ്യാം. പക്ഷെ സ്ക്രബ് ചെയ്യുന്ന കാര്യം എന്താ ചോദിച്ചത്? സ്ക്രബ് ഒന്നും ചെയ്യാറില്ല. ഇത് ഇന്ന കുറ്റം സൗകര്യമില്ല പറയാൻ. ഞാൻ മൾട്ടി ഞാൻ മൾട്ടി സ്റ്റാൻഡേർഡ്. നാളെ അത് മാറ്റി പറയും. പറയും അതെന്റെ വായന വന്നല്ലോ. അതിന്റെ ഗെയിം. അപ്പൊ സംഗതി ഈ ഇവർക്ക് പൊളിയും, അനുഭവക്ക് പൊളിയും. അത് സത്യമാണ്. പിന്നെ ഈ ടിഷ്യൂ പേപ്പർ അതിൽ കൊണ്ടുപോയിട്ടതില് ഫൗണ്ടേഷൻ ആണോ? അല്ല, നമ്മള് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും കട്ടി ഇട്ട് കഴിഞ്ഞാൽ ഫൗണ്ടേഷന്റെ സാധനം കളറാണ് സത്യത്തിൽ വരിക. പൊട്ടറ്റോന്റെ കളർ ആവില്ല. പൊട്ടറ്റോന്ന് ഇത്ര കളറൊന്നും ഉണ്ടാവില്ല. ഫൗണ്ടേഷനാ എനിക്ക് ഉറപ്പല്ലേ. അപ്പൊ അത് ഇത് കൊണ്ടുപോയി ഇട്ടത് കണ്ടു. അനുമോള് പറയുന്നത് നമ്മള് കണ്ടിട്ടില്ല, ലൈവില് കണ്ടവരുണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്താണ് ഈ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടല്ലോ, ഫൗണ്ടേഷന്റെ അത്ര കട്ടിയില്ല കളർ വരും. ബിഗ് ബോസ് കണ്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ജിസേലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ജിസേലിനുള്ളൊരു ഇത് വർത്താനം എന്താവും അറിയോ? എന്റെ കയ്യിൽ വെക്കാൻ പാടില്ല എന്നല്ലേ ബിഗ് ബോസ് പറഞ്ഞേ, എനിക്ക് വേറെ കാളുടെ കയ്യിൽ വെക്കാലോ എന്ന് പറയും. ചിലപ്പോ എനിക്ക് തോന്നുന്നു നിവിനായിരിക്കണം മേ ബി ഇത് ജിസേലിന് കൊടുക്കുന്നതും ജിസേലിന് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും അവർക്ക് എവിടുന്നോ കിട്ടുന്നുണ്ട്, മനസ്സിലായോ? അവരതിനിടയിൽ അനുമോക്കിട്ടൊന്ന് കൊട്ടാനും നോക്കി ചുണ്ടിന്റെ മോള്. ഇന്ന് പക്ഷെ അനുമോള് സ്കോർ ചെയ്ത് കിട്ടാ. ചുണ്ടിന്റെ മോള് ഇന്നലെ കരഞ്ഞ അനുമോള് ഇന്ന് സ്കോർ ചെയ്തു. ബീട്രൂട്ട് അത് അനുമോൾ തന്നെ അവരും ബാക്കിയുള്ളവരും പറഞ്ഞു എടുത്ത് കാണിച്ചും കൊടുക്കും. അത് ബീട്രൂട്ട് ആണെന്ന് കാണിച്ചു കൊടുത്തു. ജിസേലാണെന്നുണ്ടെങ്കിൽ ജിസേലിന് ഇപ്പൊ ഒരു കണ്ടന്റ് ആയി ആക്ച്വലി. അതിനിടയിൽ എന്താണ് ഒനീൽ അവിടെ പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സീസണൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒനീലിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇപ്പൊ മാറണമെന്ന് തോന്നുന്നു. ഒനീൽ ആ വഴിക്ക് ജിസേലും കൊണ്ട് പോകുന്നുണ്ട്. ജിസേല് പോണ വഴിക്ക് ഒനീൽ പോകുന്നു തോന്നുന്നുണ്ട്. എന്താ വാട്ടർ ഇറ്റ് ഈസ് അയാളെ സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഇത് എവിടെയോ ഉണ്ട് അവരെ സാധനം ഉണ്ട്, ഐറ്റം എവിടെയോ ഇരിക്കുന്നുണ്ട്. അതിനിടയിൽ ഒന്നും അറിയാതെ മറ്റോ ക്യാരറ്റ് മറ്റേ പൊട്ടറ്റോ എന്ന് പറഞ്ഞ വന്ന തന്നെ എന്താ അറിയോ? നെവിൻ അത് വന്ന് പറയാൻ കാരണം നെവിൻ ആയിരിക്കണം ഈ സാധനം ഹെൽപ്പ് ചെയ്ത്. അപ്പൊ നെവിൻ എന്തെങ്കിലും സാധനം പിടിച്ചിരിക്കാൻ വേണമല്ലോ. പിന്നെ അനുമോള് വെറുതെ പറയൂല. അനുമോൾ ഒരു ആർട്ടിസ്റ്റ്, അവർക്ക് കണ്ടറിയാം മേക്കപ്പിനകത്ത് ഫൗണ്ടേഷൻ. എനിക്കറിയാം, നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ മേക്കപ്പ് ഇടുന്ന ആൾക്കാരല്ലേ, നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും ആ സാധനം അതിന്റെ കളറും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതെ, അതിനിടയിൽ കൂടി ഇതൊരു ക്യാറ്റ് ഫൈറ്റ് രീതിക്ക് ആരും കൊണ്ടുപോകുന്നുണ്ട്, ജിസേല് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊരു ക്യാറ്റ് ഫൈറ്റ് ആണ് ഞാനും അനുമോള് നടക്കുന്നത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കണ്ടസ്റ്റൻസിന് മൊത്തത്തിൽ പണി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ലാലേട്ടൻ വരുമ്പോ അത് പണി കിട്ടും വേണം. എന്തിനാ വേറൊരു കണ്ടസ്റ്റന്റിന്റെ സാധനങ്ങൾ എടുത്തു നോക്കുന്നത്? അതിനവിടെ ക്യാമറ ഉണ്ട്. വീക്കെൻഡിൽ ലാലേട്ടൻ വരും, അവർക്കത് ലാലേട്ടന് മുന്നിൽ പ്രസന്റ് ചെയ്യാം. ക്യാമറ നോക്കിയാൽ മനസ്സിലാവും ഇത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ വട്ടം വന്നിട്ട് ലാലേട്ടൻ മറ്റേ രേണുസുധീന്റെ ഫോണ് തപ്പിയ പോലെ ആൾക്കാർ വന്ന് അവർ തപ്പിക്കോട്ടെ എന്ന് പറഞ്ഞാലും തപ്പാം, മനസ്സിലായോ?
നിങ്ങൾ പോയിട്ട് ഒരാളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് തപ്പുന്ന സമയത്ത് അത് നിങ്ങൾക്ക് 8ന്റെ പണിയാണ്. അത് ജിസേൽ ഇട്ട വലയിൽ ഇവർ ചാടിയതാണ്. ജിസേൽ കൃത്യമായിട്ട് അത് ലാലേട്ടൻ വരുമ്പോ അത് പറയുകയും ചെയ്യും, ഇത് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ പേഴ്സണൽ തിങ്സ് ഇവര് തപ്പി. അതിനുള്ള പണി ഇവർക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും അത് കൊടുക്കണല്ലോ. കാരണം എന്താ നമ്മുടെ സ്വന്തം സാധനങ്ങൾ ബാക്കിയുള്ളവർ തപ്പേണ്ട കാര്യം അത് ഒരാവശ്യമില്ല. പിന്നെ മേലെ തൊടുന്ന സംഭവം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇവർക്ക് മൊത്തത്തിൽ എല്ലാവർക്കും പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിനിടയിൽ ജിസേലിനെ മാത്രമല്ല ആര്യന്റെയും തപ്പുണ്ട് ഇവര്. അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കാനായിരിക്കാം ആര്യന്റെയും തപ്പുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡിൽ രാത്രി മൊത്തം ഈ അടിയും ബഹളവും പരിപാടികളൊക്കെ ആയിട്ട് പോയി. അതിനിടയിൽ ഇവര് തന്നെ തമ്മിൽ പറയുന്നുണ്ട് ജിസേലിന് എല്ലാവർക്കും ഒരു പേടിയാണോ എന്നുള്ളൊരു സംഗതി. അത് പേടിയായിട്ടില്ല, ആരും ഈ ലിപ്സ്റ്റിക് ഫൗണ്ടേഷൻ തൊട്ട് അടി ഉണ്ടാക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ് അവർ മാറിക്കണ. ആണുങ്ങൾ മാത്രല്ല പെണ്ണുങ്ങളും അതന്നെ. നാളെ അവർക്ക് ഇതേപോലെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. ശരത്തുണ്ട് ഞങ്ങൾ അല്ല അക്ബർ അനീഷന്റെ കൊണ്ട് തന്നെ ഇവിടെ പോയി, പിന്നെയാണ് അപ്പുറത്ത് ലിപ്സ്റ്റിക് മറ്റത് പുറത്ത് തന്നെ നടക്കുന്നത്. അതെ, അപ്പൊ അങ്ങനെ പോയി ഒരു വഴിക്ക്. പിന്നെ പ്രത്യേകിച്ചൊന്നും ജിസേലിന്റെ മെയിൻ. പിന്നെ ലാസ്റ്റ് കള്ളൻ വീണ്ടും കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ കൂടി പോയി. ജിസേല് വന്നിട്ട് ബിഗ് ബോസിനോട് കുറെ കാര്യങ്ങൾ ക്യാമറ നോക്കി പറയുന്നുണ്ട്. ജിസേലിന് എന്താണെങ്കിലും പറയാനൊരു റീസൺ കാണും ബിഗ് ബോസിന്റെ അടുത്ത്. ഞാനല്ല, എന്റെ കയ്യിലില്ല, എനിക്ക് കിട്ടി, ഞാൻ യൂസ് ചെയ്തു. അതിനൊരു പോയിന്റ് ബേബി പറയാൻ കാണും. പക്ഷെ എന്നാലും നിയമലംഘനം ഈസ് നിയമലംഘനം. വേറൊരു നിയമലംഘനത്തിന്റെ സ്കീം എനിക്ക് പറയാണ്ട്, ഇതിനകത്ത് എത്രത്തോളം ഹിന്ദി ഇംഗ്ലീഷ് അവർ യൂസ് ചെയ്യുന്നത്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുന്നത്, ഓഡിയൻസ് ആയ ഒരുപാട് ആൾക്കാർ ഇത് ഷോ കാണുന്ന മലയാളികൾ കാണുന്ന ഒരു ഷോ ആണ്. ഞാൻ നോക്കുമ്പോ ഇന്ന് എസ്പെഷ്യലി ആര്യൻ, ജിസേല്, ഒനീൽ, ഒരു പരിധി വരെ ഒനീല്, പിന്നെ ബിന്നീന്റെ മലയാളം മനസ്സിലാവണില്ലായിരിക്കും, വേറെ സ്കീം. ബിന്നീന്റെ മലയാളം മനസ്സിലാവില്ല. അനീഷിന് പിന്നെ മലയാളമാണ് ഏലിയൻ ലാംഗ്വേജ് ആണോ എന്ന് തിരിച്ചറിയേണ്ട ഒരു അതാ പറഞ്ഞ അങ്ങനത്തെ ഒരു സീനൊന്നും ഇല്ല. കാരണം പറയുന്നത് അത് മലയാളമാണ് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അനീഷ് കുഴപ്പമില്ല. അല്ലാത്ത പക്ഷെ ഞാനിപ്പോ ഈ പറഞ്ഞ ആളുകള് ജിസേൽ, ആര്യൻ ആൻഡ് ഒനീൽ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പറയുന്നുണ്ട്. ഇവരെല്ലാം ഹിന്ദി കൂടുതലായിട്ട് ജിസേലും ആര്യനും പറയുന്നുണ്ട്. ജിസേലും ഒനീലും അല്ലെങ്കിൽ ജിസേലും ഒരു നെവിനും ഒരു പരിധി വരെ നെവിനും പറയുന്നുണ്ട് കുറച്ചൊക്കെ. പക്ഷെ ഇവര് 3 പേരുമാണ്. അതിൽ തന്നെ ഇവർ 2 പേരും ജിസേലും ആര്യനും അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദി ഇംഗ്ലീഷും ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞങ്ങളെ സീസണിൽ പലരും പറയും ഞങ്ങളെ സീസണിലൊന്നും പറയരുത്. ഞാൻ പറഞ്ഞു ഒരു സീസണിലും അങ്ങനെ ബിഗ് ബോസ് സമ്മതിച്ചായിട്ട് എന്റെ അറിവിലില്ല. ഈവൻ ജാൻമണി ആണെന്നുണ്ടെങ്കിലും പറയുമ്പോ പാടില്ല എന്നാണ് പറയുന്നത്. എല്ലാ സീസണിലും പറയാറുണ്ട് അവർ. ഈ സീസണിൽ അത് വളരെ കൂടുതലാണ്. ഭയങ്കര കൂടുതലാണ്. പണ്ടൊക്കെ ചില എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണ്ടാവുള്ളൂ. ഇത് ഫുൾ ടൈം പറയുന്ന രീതിയിലാണ്. കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പൊ ഇന്നിപ്പോ ഫൈറ്റിനിടയിൽ ഒരു മേജർ ഫൈറ്റ് ആണ്. മേജർ ഫൈറ്റിനിടയിൽ ഒരു അനുമോളോട് ജിസേല് പറയുന്നത് ഇംഗ്ലീഷാണ്. അതെ, മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരാം, മലയാളി ബേസ്ഡുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരാം, പുറത്തുനിന്നുള്ളവരെ കൊണ്ടുവരാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ക്രൈറ്റീരിയ, നിങ്ങളുടെ കാര്യങ്ങളാണ്. ഷോ മേക്കേഴ്സിന്റെ ഇതാണ് അതൊക്കെ. അതിലൊന്നും നമുക്ക് വിഷയമില്ല. പക്ഷെ അത് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഇവര് ഇവിടെ ഇതൊന്നുമില്ല, എന്ത് ലിമിറ്റ്സ് ഒന്നുമില്ല. എന്നിട്ട് ഇവര് ഹിന്ദിക്കാരെയും ഇംഗ്ലീഷുകാരെയും മറ്റവരൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ മലയാളം മൊത്തം പറയാൻ പറ്റുള്ളൂ. അതെന്ത് ന്യായാണ്? പഠിച്ചിട്ട് വരണം, അല്ലെങ്കിൽ വരണ്ട. എന്നാ പിന്നെ ഇവരെടുക്കേണ്ട കാര്യമുണ്ടോ? ജിസേല് മലയാളം മാത്രമേ പറയുള്ളൂ. അല്ല, നമുക്ക് അവർക്ക് ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ മനസ്സിലാവില്ല ഇംഗ്ലീഷ് ആണോ മലയാളമാണോ ഹിന്ദിയാണോ പറയുന്നത്. മലയാളം മാത്രം പറയുന്നുള്ളൊരു സംഗതി കൊടുത്തിട്ടുണ്ടാവും. ശരി, അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇവർക്ക് സംസാരം കിട്ടാൻ ഞാൻ പറയുന്നത് അവിടെ ഒന്നും അല്ല. ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇവര് ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരെയും മറ്റേ മറാഠികളൊക്കെ കൊണ്ടുവന്നിട്ട് മലയാളം മാത്രമേ പറയാൻ പാടുള്ളൂ. അത് പറയില്ല. അല്ലെങ്കിൽ മലയാളികൾ 10 മലയാളികളുടെ അതിൽ എത്ര ഹിന്ദിക്കാരുണ്ടാവും? പക്ഷെ അവർ മലയാളം അല്ല, ഞാൻ പറയും അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, സെലക്ഷൻ എങ്ങനെ ആയിക്കോട്ടെ, ആരാണ് അവർക്ക് ഷോയിൽ കൊണ്ടുവരാതിരിക്കാം. പക്ഷെ ഷോയിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പോയിന്റ് എവിടെയാണ്? ഷോയിൽ വന്നു കഴിഞ്ഞാൽ 99% മലയാളം പറയാൻ പറ്റണം. ഓക്കെ, ഇനി അവരെ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ വാൺ ചെയ്യണം. വാൺ ചെയ്തിട്ടും അവർ നിർത്തില്ല എന്നുണ്ടെങ്കിൽ വലിച്ചു പുറത്തിട്ട് മലയാളം പറയാൻ അറിയുന്ന ഒരാളെ കൊണ്ട് അവര് മലയാളം അങ്ങനെ പുറത്താക്കില്ല. അവര് മലയാളം പറയില്ല, ആരെ പുറത്താക്കുക, ഒരാളെയും പുറത്താക്കില്ല. ഇവിടെ ബിഗ് ബോസിന്റെ റൂൾസിനകത്തുള്ള മെയിൻ റൂളാണ് എന്ത്?
മലയാളം മലയാളം സംസാരിക്കാണ്. അപ്പൊ അത് ആൾക്കാരെ കൊണ്ടുവരികയല്ലേ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ. എടി മലയാളിയാണ് മലയാളം സംസാരിക്കുന്നു പറഞ്ഞിട്ട് ഒരാള് സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂ നടത്തുമ്പോൾ മനസ്സിലാവില്ലേ മലയാളമാണോ ആയിക്കോട്ടെ. പക്ഷെ അവര് അതിന്റെ ഷോന്റെ ഫോർമാറ്റിന് അവർ കൊണ്ടുവന്നു ഒരു ഫ്ലേവറിന് വേണ്ടിട്ട്. ഇപ്പൊ കഴിഞ്ഞ ജാൻമണി വന്നു, ഇവര് വന്നു. ഇതിനു മുമ്പും മലയാളം സംസാരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവര് വന്നു കഴിയുമ്പോ അതൊരു കണ്ടന്റ് ആക്കാൻ പറ്റണം. ഇതിവിടെ കണ്ടന്റ് ആവുന്നില്ല. ഞാനതാ പറയുന്നത്, ഇതൊരു കണ്ടന്റും ടോപ്പിക്കും ആയാൽ നല്ലത്. മനസ്സിലായോ? റോബിന്റെ സീസണില് മലയാളത്തിൽ പറയടാ റിയാസിന് വന്നത് നല്ല സാധനം. എനിക്കിപ്പോ നല്ല ഓർമ്മ വരുന്നുണ്ട്. റോബിനല്ലേ റിയാസിനോട് മലയാളത്തിൽ പറയടാ സൂപ്പർ സാധനമായിരുന്നു. ആ ഡയലോഗ് ആണ് റോബിന്റെ 4 വട്ടം ഇവിടെ മൈക്കിൽ പ്ലേ ചെയ്തോട്ടെ, എന്നാലും കുഴപ്പമില്ല. മലയാളത്തിൽ പറയണത് അങ്ങനെയൊക്കെ. അതെ, ഇപ്പൊ ശരി ഇങ്ങനെ പറയണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ ഇങ്ങനെ കുറെ വട്ടം മലയാളത്തിൽ പറയണം, അല്ലെങ്കിൽ മറ്റവരോട് പാർട്ടിയും പറയാം. ഇതിപ്പോ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരാളെ പുറത്താക്കാൻ പറ്റില്ല. പണിയാനും പറ്റും ബിഗ് ബോസിന്. ബിഗ് ബോസിന്റെ ടീം ശരിക്കും പണി കൊടുക്കേണ്ട എങ്ങനെ അറിയോ? ഇംഗ്ലീഷ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പണിപ്പുരേന്ന് അവർ ഓരോ സാധനങ്ങളും എടുത്ത് മാറ്റുക. പണി അത് ഇതിനും വലിയ പണിയില്ലല്ലോ. അതായത് ഇപ്പൊ ഗിസേലിന്റെ ഒരു പെട്ടി ഫുള്ള് പോയി. ഇനി മേക്കപ്പ് കൂട്ടി ഇംഗ്ലീഷും പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിന് രേണു സുധി വരെ അവിടെ നമ്മളെ രേണു ഒരു അടിച്ച് ഏവിയേഷൻ ടോപ്പാണ് പാവം. അല്ല ഞാൻ തമാശ കളിയാക്കിയതല്ല, പക്ഷെ എല്ലാരും ഈ സാധനം ഉണ്ട്. അപ്പൊ എന്താ പറയാ, ബിഗ് ബോസിൽ ഇങ്ങനെയും പണിയാം. പണിപ്പുരേന്ന് ഓരോ സാധനമായിട്ട് വീണ്ടും എന്ത് ചെയ്യാം, പണി കൊടുത്താൽ മതി, കളയാം. പറയുന്നവരെ കളയാം. ഞാൻ ഈ കാര്യം സപ്പോർട്ട് ഇല്ല. ഒരു ബോർഡ് തൂക്കുക, എന്നിട്ട് ഇംഗ്ലീഷ് പറയുന്നവർ ആരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പോയിന്റ് വെച്ചിട്ട് ആ ആഴ്ച അവരെ കുറെ സാധനം പഠിപ്പിച്ച് കളയും. അങ്ങനെയൊക്കെയുള്ള ടാസ്ക് കൊടുത്താൽ എന്തെങ്കിലും പണി കൊടുത്താൽ മതി. ഇതിപ്പോ മറ്റേ ഇത് ഞാൻ പറഞ്ഞ ചില എല്ലാരെയും കൊണ്ടുവന്നിട്ട് എല്ലാ നാട്ടുകാരെയും കൊണ്ടുവന്നിട്ട് മലയാളത്തിൽ പറയാൻ അത് എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ അല്ലെങ്കിൽ മലയാളി സമ്മതിച്ചു. പക്ഷെ നോർത്ത് ഇന്ത്യൻ അറബീനെ പിടിച്ചോളൂ മലയാളം പറയിച്ചൊന്നുമല്ലല്ലോ. ഇത് പച്ച മലയാളം പറയുന്നുണ്ട്, പച്ച മലയാളം പറഞ്ഞു. പക്ഷെ അതാ പറഞ്ഞ അതിന്റെ ഇടയിൽ കൂടെ ഇംഗ്ലീഷ് പറയണില്ലേ. അതാ ടീമിന്റെ പ്രശ്നമല്ല, അത് അവരെ വിഷയമാണ്, ഇവരെ കുഴപ്പമാണത്. ഇവള് പറയുന്ന ഏതോ മറ്റേ കാട്ടുന്ന ഒരു മറ്റേ മനസ്സിലായില്ലേക്കൊന്നും ഉണ്ടായിരിക്കും. ഞാൻ അതല്ല പറഞ്ഞത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് മനസ്സിലായില്ല. അന്റെ തീർന്നു, ഇത് പൊളിഞ്ഞു. അന്റെ മേക്കപ്പിന് കൊള്ളാന്റെ സർവ്വതും തീർന്നു. ബസ് സ്റ്റാൻഡ് സ്നേഹ, മൾട്ടി സ്റ്റാൻഡ് സ്നേഹ. ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഇല്ലാത്ത സ്ഥലത്തൊന്നും പോയില്ലല്ലോ. നാളെ മുതൽ എന്റെ വീട്ടിൽ നിന്ന് മേക്കപ്പ് എടുത്ത് വെച്ചിട്ട് ഞാൻ പറയുന്നു, പുറത്ത് കിടക്കുന്ന ഹക്കും മറ്റേ ജൂനിയർ തൊട്ടേ കാട്ടം വരെ എടുത്ത് ചിലപ്പോൾ ഈ മുഖത്ത് വയ്ക്കും. ആൾക്ക് അത്ര ഫ്രസ്ട്രേഷൻ അടിക്കും. ഈ അത്രയും ഡിസപ്പോയിന്റഡ് ആയി പോകും. എന്റെ ജീവിതത്തിൽ നിന്ന് മേക്കപ്പ് മാറ്റി വെച്ചാൽ ഈ ദുരന്തമായി പോകും. ചത്ത് കിടക്കുമ്പോൾ ചമഞ്ഞ് കിടക്കണ്ട അറിയാം. അത്രേ ഉള്ളൂ. പറയണം. ഇത് പറഞ്ഞ ഇയാണ് നേരത്തെ ഒരു തുള്ളി പേസ്റ്റും ഇതിട്ടപ്പോ ഓരോ കുറ്റം പറയാം. ഇവള് പൊളിയണം. ഇപ്പൊ ഓരോ റിവ്യൂലും ഞാൻ അവളെ പൊളിക്കും. ഉള്ളു കയറി പിന്നെ നെഞ്ചത്ത് കുത്തിയോളായി, നെഞ്ചത്ത് കുത്തിയോളായി തീർക്കോടിട്ടിട്ട് അന്റെ ഫേക്ക്നെസ് ഫുള്ളി ഈ ബിഗ് ബോസ് നടക്കുന്നത് ഇവിടെയാണ്. സീസൺ 1 സീക്രട്ട് ഏജന്റ് കാർ രാത്രി സമയം 12 മണി സ്നേഹ സ്റ്റാൻഡ് പൊളിഞ്ഞു, നിർത്തിപ്പോടി. ഇവിടുത്തെ ബിഗ് ബോസ് ഞങ്ങളുടെ റൂം. കാരണം എന്താ പറയാ, അന്റെ പോലെ മൾട്ടി സ്റ്റാൻഡ് ആയിട്ടുള്ള ഒരുത്തിന്റെ ഒപ്പം ജീവിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ബിഗ് ബോസ് പോയി രക്ഷപ്പെട്ട റേഡിയാൻ ഇങ്ങനെയുള്ള ഒരു ഫേക്ക് എന്റെ അച്ഛനെ വീടൊന്നുമല്ലോ. ഇങ്ങനെ 24 മണിക്കൂർ അവിടെ ഇതാക്കാൻ വേണ്ടി നുളച്ചീനൊപ്പം നിന്ന് ഇങ്ങനത്തെ മൾട്ടി സ്റ്റാൻഡിനൊപ്പം നിന്ന് ജീവിതം ദുരന്തം പിടിച്ചപ്പോഴാണ് ഞങ്ങൾ കയറിപ്പോയത്. ബാക്കി മാറ്റി മാറ്റി പറയും കാര്യങ്ങൾ, ഇങ്ങനെ മാറ്റി മാറ്റി മേക്കപ്പ് തുടക്കടി. ഇപ്പൊ എന്റെ മേക്കപ്പ് ഞാൻ കാണട്ടെ, തുടക്കി മേക്കപ്പ് തുടക്കി എന്റെ മേക്കപ്പ് ഇപ്പൊ തുടങ്ങി. ഞാൻ ടിഷ്യൂ എടുക്കും. വലക്കാന്റെ മൂട് ഇതന്നെയാ പോലെ സത്യസന്ധത. ഈ ഇരുന്ന് തള്ളുന്നത് വീഡിയോ ഓണാക്കിയ ഇവളെ പോലെ ഒരു നന്മമാരില്ല. വീഡിയോ ഓഫ് ആക്കിയ കുറ്റം പറച്ചിലും പരദൂഷണവും മേക്കപ്പും ആയിട്ട് ഇങ്ങോട്ട് തുടങ്ങും. പൊളിയട്ടടി എന്റെ റിയൽ ലൈഫ് റീലും. ബസ് സ്റ്റാൻഡ് സമാധാനം. ഞാൻ ഉറങ്ങും. കട്ടാക്കിട്ട് ബാക്കി ഞാൻ കൊടുത്തോണ്ട്